മനസ്സിന്റെ മനോമുഖരത്തിൽ മായാതെ മറയാതെ മലീമസമാകാത്ത മനസ്സുകൊണ്ട് മദീനത്തെ മണവാളനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ പൈതൃകം മനസ്സിന്റെ മനോമുഖരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഒന്നുപോലും വിട്ടുപോകാതെ ഇരുത്തവും കിടത്തവും അതുപോലെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ നേതാവിനും അതിലുപരി അള്ളാഹുവിനും ഇഷ്ടപ്പെട്ടതുമാക്കി മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ യുവാക്കളാണ് ഇതേപോലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്താഖ് ഉസ്താദ് എന്നോട് വിളിച്ച് പറയുമ്പോൾ സുഖമില്ല എങ്കിലും അൽഹംദുലില്ലാഹ് ഇവിടത്തേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് എത്തിയതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇതിലൂടെ നമ്മുടെ ഈ യുവാക്കൾ ഈ സംഘടിപ്പിച്ച ഈ വഅദ് പരമ്പരയിലൂടെ ഒരാളെങ്കിലും നന്നായാൽ എന്റെ കൂട്ടുകാർക്കും അത് ഏറ്റവും നല്ലതാണ്, അതിലുപരി എനിക്കും നല്ലതാണ്. ഏതൊരു വിഷയങ്ങൾക്കും മുൻപന്തിയിലേക്ക് ഒരുങ്ങേണ്ടത് യുവാക്കളാണ്, വയസ്സായ ആളുകളല്ല. ഇന്ന് പല ചെറുപ്പക്കാരുടെയും മനസ്സിന്റെ മനോമുഖരത്തിൽ എന്റെ ഉപ്പയെ പോലെയുള്ള വയസ്സായ ആളുകൾ ഇറങ്ങട്ടെ, അവരിറങ്ങിയാൽ കാര്യങ്ങൾ അവരുടെ പിന്നാലെ നമ്മളുണ്ടെന്നാണ്. എന്നാൽ ഇവിടെയുള്ള എന്റെ ചെറുപ്പക്കാര് ചെയ്തതുപോലെ വയസ്സായ ആളുകളെ അല്ല മുന്നിൽ നിർത്തേണ്ടത്. നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിൽ നമ്മളെപ്പോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ അനാചാരത്തിന്റെ, ആർഭാടത്തിന്റെ, ആഭാസനത്തിന്റെ, അലോസരത്തിന്റെ, വൃത്തികേടിന്റെ പടുകുഴിയിലേക്ക് കണ്ടുപോകുമ്പോ അവരുടെ കൈ പിടിച്ചൊന്ന് കൊണ്ടുവരാൻ നമ്മളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരെങ്കിലും ഒരുങ്ങിയാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇത് ഷമീർ മാത്രം പറയുന്ന വാക്കല്ല, അല്ലെങ്കിൽ ഇവിടെ വഅദ് പറയാൻ വരുന്ന ഏതെങ്കിലും ഉസ്താദുമാര് മാത്രം പറയുന്ന വാക്കല്ല. ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നായകൻ മദീനത്തെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊൻവരണ ചുണ്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ്. എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, യുവത്വത്തെക്കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കപ്പെടും. നിങ്ങൾക്ക് അല്ലാഹു സുന്ദരമാക്കപ്പെട്ട ആരോഗ്യം തന്നു, നല്ല ആഫിയത്ത് നൽകി, നല്ല തന്റെ ഇടം നൽകി. ഇതെന്തിനു വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു? എന്തിനു വേണ്ടി നിങ്ങൾ കൊടുത്തു? ഏതൊരാവശ്യത്തിന് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് പല ചെറുപ്പക്കാർക്കും ഒരു പക്ഷേ പറയാൻ കഴിയും, അല്ലാഹുവേ എന്റെ യുവത്വം ഞാൻ എന്നതിന് വേണ്ടി ഞാൻ കൊടുത്തുപോയി. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വഅദ് പരിപാടി വെച്ചപ്പോ മുഗ്രാല് പുത്തൂരം എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ പഠന ക്ലാസ് വെച്ചപ്പോ അതിന് വേണ്ടി മുൻകൈയെടുത്തത് ഞാനാണല്ലാ. അതിലൂടെ ഒരാളെങ്കിലും നന്നായ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് മുന്നിട്ടിറങ്ങിയത്. അതിനു വേണ്ടി എന്റെ യുവത്വവും എന്റെ വയസ്സും ഞാൻ ചിലവഴിച്ചു. റബ്ബേ, ഇന്നതുപോലൊരു പരിപാടി വെച്ചപ്പോ അതിനു വേണ്ടി എന്റെ ആയുസ് മുഴുവൻ കൊടുത്തു. എല്ലായിടത്തും പോയി, ഉസ്താദുമാരെ വിളിക്കാൻ പോയി. അതിനോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയുള്ളവരായി ഞങ്ങൾ മാറി. എന്നാൽ എന്റെ മുഗ്രാല് പുത്തൂരുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ, അൽഹംദുലില്ലാഹ്, നിങ്ങൾ ചെയ്തത് എത്രയോ നല്ലൊരു കാര്യമാ. നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം എത്രയോ സൽക്കർമ്മത്തിന്റെ ഒരു പടഹദ്ദുനിയാ. എന്നാ നിങ്ങളെപ്പോലെ ആരോഗ്യവും ആഫിയത്തുമുള്ള എത്രയോ ചെറുപ്പക്കാര് സിനിമാശാലകളിൽ ഇതേപോലെ ഇന്നെന്റെ പ്രിയപ്പെട്ട യുവാക്കള് സംഘാടകര് ഒന്നടങ്കം എന്റെ വലതുവശത്തിരിക്കുമ്പോ നിങ്ങളെപ്പോലെ ആരോഗ്യവും ആഫിയത്തുമുള്ള എത്രയോ ചെറുപ്പക്കാര് ഈ സമയത്തും സിനിമാശാലയിൽ നിന്നും ഇറങ്ങാതെ അന്യ പെണ്ണുങ്ങളുടെ നഗ്നമേരിയിൽ നോക്കിക്കൊണ്ട് സുഖിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ ചെറുപ്പക്കാരെന്നല്ല ഓരോ മനുഷ്യർക്കും രണ്ട് മലക്കിന് അല്ലാഹു തആല കൊടുക്കുകയാ. യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. രണ്ട് മലക്കുണ്ട്. ഇന്ന് ഷമീറിനെന്ന് മാത്രമല്ല, ഇവിടെ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകൾ രണ്ട് മലക്കുകളുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
റഖീബാത്തി എന്ന് പറയുന്ന രണ്ട് മലക്കുണ്ട്. ഈ രണ്ട് മലക്ക് എന്റെയും നിങ്ങളുടെയും ഇടതും വലതുമായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ വെച്ചുകൊണ്ട് അതിന്റെ പരമ്പര വെക്കുമ്പോ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ സഹകരിച്ച ഓരോ ചെറുപ്പക്കാരും ഈ നാട്ടിലുള്ള ഓരോ ഇവരുടെ എല്ലാം പേരും അഡ്രസ്സും സഹിതം ഈ രണ്ട് മലക്കും എഴുതി വെക്കുന്നു. റബ്ബേ, ഇന്ന സ്ഥലത്ത് വാള് വെച്ചപ്പോ അതിന് വേണ്ടി ഇവൻ പോയവനാ, അതിന് വേണ്ടി ഇവന്റെ സമയം ഇവൻ കൊടുത്തവനാ, അതിന് വേണ്ടി അവൻ പോയിരുന്നവനാ. ഇന്നിപ്പോൾ വാള് വെച്ചാൽ വാള് കേൾക്കാൻ ഇന്നിപ്പോൾ ആളില്ല. എന്റെ പ്രിയമുള്ളവരെ, പല സ്റ്റേജുകളിലും കോമഡി ഉണ്ടെങ്കിൽ വാളാവു എന്ന് പറയുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, അവന്റേതായിട്ടുള്ള നരകത്തിന്റെ പടുകുഴിയെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ 3000 കൊല്ലം കത്തിക്കപ്പെട്ട ആ നരകത്തിന്റെ പടുകുഴിയെ കുറിച്ച് ഒരാളെങ്കിലും ഓർത്തുപോയാൽ അവൻ ഒരിക്കലും ഒരു വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ എന്ന് മാത്രമല്ല, അവന്റെ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നു കൊണ്ട് സിനിമ കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് അവൻ ചിരിക്കേണ്ടി വരില്ല. അവനിക്ക് നരകത്തെ കുറിച്ച് ഓർമ്മയില്ലാണ്ട് അവൻ ഇങ്ങനെ പോയി. അതുകൊണ്ടാണ് അവന്റെ ജീവിതം അധർമ്മത്തിന്റെ കിടാവിളക്കിന്റെ പടുകുഴിയിലാണ്ട് പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, പുരുഷുദ്ധ നബിയേ പരിപൂർണതനിയേ മുഹമ്മദ് നബിയോരേ ഉള്ളം അവിടമിലായി മനസകം തേടി കരഞ്ഞത് നിലവായേ. പരിശുദ്ധ നബിയെ അഹദവന്റെ മറേ പൂർണ്ണ നിലാവോരേ കനിയെ മുഹമ്മദ് നബിയാൽ പറഞ്ഞത് നിലവായി അഹദവൻ കനിഞ്ഞാരേ. എന്റെ പ്രിയമുള്ള യുവാക്കളെ, മുസൽമാന ജീവിതം എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോ, ചർവണം ചെയ്യുമ്പോ, ഇന്ന് മനസ്സുകൊണ്ട് മലീമസമാകാത്ത എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ, നിങ്ങളെ പോലെ ആരോഗ്യമുള്ളവരായിരുന്നല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ദീനിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാതെ ഒരു കാലഘട്ടം മുഴുവനും മദീനത്തൊരു പെണ്ണിന് പോലും പോകാൻ കഴിയാതിരുന്നപ്പോ ഉമറിന്റേതായിട്ടുള്ള നാശത്തിന്റെ പടുകുഴിയിലേക്ക് കണ്ടുപോയപ്പോ അവിടെ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, എന്റെ ഉമറേ, നിന്റെ ആരോഗ്യം റബ്ബിന് വേണ്ടി കൊടുത്താ, നിന്റെ ആരോഗ്യം അല്ലാഹുവിന് വേണ്ടി കൊടുത്താ, റബ്ബിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നോ ഹയ്യ അലസ്സലാ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനിയില്ലേ, ഓ ബാങ്കിന്റെ ധ്വനി നിന്റെ കരണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമറേ, അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് ഓടിപ്പോയിക്കൊണ്ട് നമസ്കരിക്കാ നിനക്ക് എന്തുകൊണ്ടാ കഴിയാതെ പോകുന്നത്? യുവത്വം റബ്ബിന് വേണ്ടി കൊടുത്തു, റബ്ബിന് വേണ്ടി കൊടുത്തു. റളിയല്ലാഹു തആല അൻഹു. ആരും കേൾക്കാത്തവരില്ല. മണിയറയുടേതായിട്ടുള്ള മറുമണം വിട്ടു മാറുന്നതിന് മുമ്പ്, ആ മണിയറയുടെ സുഗന്ധം വിട്ടു മാറുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് സംസാരിച്ചു കൊണ്ട് ഉല്ലസിച്ചു കൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, യുദ്ധത്തിന്റെ ഭൂമിയിലേക്ക് വിളിക്കുകയാ. റളിയല്ലാഹു തആല അൻഹു ഭാര്യന്റെ പുറത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഓടുകയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നിന്നെ ഇവിടെ നിട്ടെറിഞ്ഞിട്ട് പോകാൻ എനിക്ക് ആശയുള്ളത് കൊണ്ടല്ല, നിന്നെ എനിക്കിവിടെ ഇന്ന് നമ്മുടെ മണിയറയിലിട്ടിട്ട് ആദ്യ രാത്രി നിന്നെ വിഷമിപ്പിക്കാ ഈയുള്ള ഹല്ലലാക്കുന്ന കഴിയില്ല മോളെ, ഈയുള്ള ഹല്ലലാക്കുന്ന കഴിയില്ല മോളെ. പക്ഷേ എന്റെ ഹബീബിന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ, എന്റേതായിട്ടുള്ള റസൂലുള്ളാഹിന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് പോയാ, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോയാ, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കൊണ്ട് നിന്നോട് സംസാരിച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ വിഷമം എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാ. പക്ഷേ എങ്ങനാ പൊന്നുമോളെ പോകാതിരിക്കുക, എങ്ങനാണ് പോകാതിരിക്കുക? എന്റെ മദീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ, ഓ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോ എന്റെ യുവത്വം എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഇവിടെ
ഇവിടെ ഞാൻ തച്ചുടച്ചു കളഞ്ഞു പോയാ ഈ ദുനിയാവിന്റെ നിശ്ചലമാക്കപ്പെട്ട സുഖം മാത്രം കഴിഞ്ഞു പോയാ എന്റെ പൊന്നുമോളെ മഹ്ശറയാകുന്ന കോടതിയിലേക്ക് ചെല്ലുമ്പോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഈയുള്ള ഹല്ലല അവന്റെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം കളിതമാശകൾ പറഞ്ഞുകൊണ്ട് ഈ ഹല്ലല എല്ലാം കൊടുത്തെന്ന് പറയാ. ഈ ഹല്ലലാക്കുന്ന കഴിയില്ല മോള്, അതുകൊണ്ട് ഞാൻ പോവുകയാ. ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാ. എനിക്ക് അല്ലാഹു എനിക്ക് ആഫിയത്ത് നൽകുമെങ്കിലോ ആ യുദ്ധത്തിന്റെ പടകത്തൊരയില് ആരുടെയും വാളിൻ്റെതായിട്ടുള്ള തലഭാഗം കൊണ്ടിട്ട് ഈ ഹല്ലല ഷഹീദായി പിടഞ്ഞു വീണിട്ടില്ല എങ്കിൽ എന്റെ പൊന്നുമോളെ ആദ്യം ഞാൻ ഓടി വരുന്ന എന്റെ പൊന്നുമോളെ നിന്റെ അടുക്കലേക്കായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലല റളിയല്ലാഹു തആല അൻഹു ജനാബത്താണെന്നുള്ള കാര്യം പോലും ഓർക്കാതെ ഇലാ ഹദറത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ആരോ ഒരാള് ചാടി വീഴുകയാ. ഒരു കുതിരക്കുട്ടിയെ പോലെ ചാടി വീണിട്ട് ആളുകളുടെ തലഭാഗവും കഴുത്തുകളും മരിഞ്ഞരിഞ്ഞ് വീഴ്ത്തുകയാ. ഹല്ലല റളിയല്ലാഹു തആല അൻഹു അത് വേറാരുമല്ല